വിനോദ് പറഞ്ഞതുപോലെ ആ ഗോൾഡൻ അവറിൽ തസ്മിദിനെ കണ്ടെത്തണം എന്നുള്ളത് തന്നെയാണ്. 26 മണിക്കൂർ പിന്നിടുകയാണ്. 26 മണിക്കൂറിൽ കൂടുതലാകുന്നു തസ്മിദ് ഇവിടെ നിന്നും പോയിട്ട്. കഴക്കൂട്ടത്ത് നിന്നാണ് തസ്മിദ് പോയിരിക്കുന്നത്. ആ CCTV ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്കറിയാം ഒരു ലക്ഷ്യമില്ലാത്ത യാത്രയായിരുന്നു തസ്മിദിൻ്റേത്. തസ്മിദിന്റെ വീടിന്റെ തൊട്ടടുത്തുള്ള CCTV ദൃശ്യങ്ങളാണ്. ആ വീട്ടിൽ നിന്നും മെയിൻ റോഡിലേക്ക് ഇറങ്ങുന്ന അവിടെ നിന്നുള്ള CCTV ദൃശ്യങ്ങൾ മാത്രമാണ് ആകെ പോലീസിന്റെ പക്കലും ഇപ്പോൾ ഉള്ളത് എന്നാണ് നമ്മൾ തസ്മിദ് ഉൾപ്പെട്ട CCTV ദൃശ്യം. അതിൽ വ്യക്തമായി കാണുന്നത് എന്താണെന്ന് വെച്ചാൽ തസ്മിദ് ഒരു ലക്ഷ്യമില്ലാത്ത യാത്രയാണ്. ദേഷ്യപ്പെട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു, സങ്കടത്തോടെ ഇറങ്ങിപ്പോകുന്നതാണ്. ബാഗ് കയ്യിലുണ്ട്. ബാഗ് തൂക്കി ഇറങ്ങിപ്പോകുമ്പോൾ ആകെ 50 രൂപയാണ് തസ്മിദിന്റെ കയ്യിലുണ്ടായിരുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അമ്മയും അങ്ങനെ തന്നെ സ്ഥിരീകരിക്കുകയുണ്ടായി. പേഴ്സിലുണ്ടായിരുന്ന 50 രൂപയാണ് തസ്മിദ് എടുത്തത്. ഒരു വശത്തേക്ക് നടന്നതിന് ശേഷം വീണ്ടും ഒന്ന് ആലോചിച്ച് മറുവശത്തേക്ക് നടന്നു പോകുന്ന CCTV ദൃശ്യങ്ങളാണ് ആകെ ഉള്ളത്. അത് ആ കുട്ടി പോയത് റെയിൽവേ സ്റ്റേഷനിലേക്കാണെന്നും കന്യാകുമാരിയിലേക്കാണ് പോയത് എന്നുമായിരുന്നു, കന്യാകുമാരിയിൽ ഇറങ്ങി എന്നൊക്കെ ആയിരുന്നു ഇപ്പോൾ ഇതുവരെയുള്ള നമ്മുടെ ഒരു നിഗമനമുണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ ഏറ്റവും പ്രധാനമായി വരുന്ന വാർത്ത അല്ലെങ്കിൽ റിപ്പോർട്ട് എന്ന് പറയുന്നത് കന്യാകുമാരിയിൽ കുട്ടി ഇറങ്ങിയിട്ടില്ല. അതിനൊരു സ്ഥിരീകരണം പോലീസിന് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. കന്യാകുമാരിയിൽ നിന്നും VV അരുൺ ചേരുന്നുണ്ട്. അരുൺ നേരത്തെ സംസാരിച്ചപ്പോൾ അവിടെ ഈ CCTV ക്യാമറയുള്ള റൂമിന് മുമ്പിൽ നിന്നാണല്ലോ സംസാരിച്ചത്. അവിടെ പോലീസ് പരിശോധന നടത്തുന്നതായിരുന്നു. ഇപ്പോൾ എല്ലാ CCTV ക്യാമറകളും പരിശോധിച്ച് കഴിഞ്ഞു. അവിടെ ഇറങ്ങിയിട്ടില്ല അല്ലെങ്കിൽ തസ്മിദ് ഒരു ക്യാമറയിലും പെട്ടിട്ടില്ല ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ തന്നെ. ഇതുവരെ അങ്ങനെയാണ് പോലീസ് പറഞ്ഞത്. 16 ക്യാമറകളാണ് ഈ റെയിൽവേ സ്റ്റേഷനിലുള്ളത് എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞത്. 16 ക്യാമറകളും പരിശോധിക്കും. അതിൽ ഏതാണ്ട് എല്ലാ ക്യാമറകളും പരിശോധന പൂർത്തിയായി കഴിയുകയും ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള പോർട്ടിക്കോയുടെ ഭാഗത്തുള്ള ക്യാമറകൾ കൂടിയാണ് പരിശോധിക്കുന്നത്. അതിൽ കൂടി ഇല്ലെങ്കിൽ തസ്മിദ് ഇവിടെ ഇറങ്ങിയിട്ടില്ല നിഗമനത്തിലേക്ക് പോലീസ് എത്തിച്ചേരും എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അങ്ങനെ ഒരു സൂചനയാണ് ഉദ്യോഗസ്ഥർ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് അങ്ങനെയാണ്. പക്ഷേ അവർക്ക് സ്ഥിരീകരിച്ച് പറയാൻ കഴിയില്ല. എല്ലാ സാധ്യതകളും പരിശോധിക്കണം, എല്ലാ വഴികളും നോക്കണം. ഇതുവരെ അവർക്ക് അത്തരമൊരു തെളിവിലേക്ക് എത്താൻ അല്ലെങ്കിൽ തസ്മിദ് ഇവിടെ എത്തിയെന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയുന്ന ഒന്നിലേക്കും എത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇല്ല എന്ന് ഉദ്യോഗസ്ഥർ പറയുന്നത് അതിന്റെ ഏറ്റവും അവസാനം മാത്രമായിരിക്കും. എല്ലാ സാധ്യതകളും പരിശോധിച്ചിട്ട് മാത്രമായിരിക്കും. മുഴുവൻ ക്യാമറകളും പരിശോധിച്ച് മുഴുവൻ ഇതിന് പുറത്തേക്ക് ഇനി ഒരുപക്ഷെ ഈ നമുക്ക് എതിർവശത്ത് കാണുന്ന ഇവിടെയാണ് ഈ തസ്മിദ് വന്ന് ട്രെയിൻ ഇറങ്ങേണ്ടത്. സ്വാഭാവികമായും ഈ പ്ലാറ്റ്ഫോമിലേക്ക് സൈഡിൽ ട്രെയിൻ വന്ന് നിൽക്കുന്ന ഇവിടെ വലതുവശത്താണെങ്കിൽ അവിടെ ഇറങ്ങാം, അല്ലെങ്കിൽ എതിർവശത്ത് ഡോർ തുറന്ന് പ്ലാറ്റ്ഫോം ഒരുപക്ഷെ ഈ അപ്പുറത്തെ ഭാഗത്താണെങ്കിൽ പോലും ചാടി ഇറങ്ങി ഇപ്പുറത്തേക്ക് ഈ പ്ലാറ്റ്ഫോമിലേക്ക് കയറി പോകാൻ കഴിയും. അങ്ങനെ ഏത് ഭാഗത്തിറങ്ങിയാലും ഇവിടെ CCTV പതിയും എന്നുള്ളതാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഇതിന്റെ നിൽക്കുന്ന ഇതിന്റെ ഇടതുഭാഗത്ത് കാണുന്ന സ്ഥലമുണ്ട്, വാഹനങ്ങളും ഒക്കെ പാർക്ക് ചെയ്തിരിക്കുന്ന ഒരു വഴിയുണ്ട്. അത് പുറത്തേക്കുള്ള യഥാർത്ഥ വഴിയല്ല, പക്ഷെ അതുവഴിയും ബീച്ചിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അതുവഴിയും ബീച്ചിലേക്ക് പോകാം. അത് പോയിട്ടുണ്ടോ എന്ന പരിശോധന പോലീസ് സ്വാഭാവികമായും നടത്തും. അങ്ങനെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷന്റെ പ്രധാന കവാടം വഴി പുറത്തേക്ക് ഏതാണ്ട് 200-250 മീറ്ററാണ് ബീച്ചിലേക്കുള്ള ദൂരം. ആ വഴി പോകാനുള്ള സാധ്യതയുമുണ്ട്. പക്ഷേ അതിനൊക്കെ അത്തരം പരിശോധനകളിലേക്ക് പോകണമെങ്കിൽ ഈ തസ്മിദ് ഇവിടെ ഇറങ്ങി എന്നതിന് എന്തെങ്കിലും തെളിവ് വേണം. അത് ഇതുവരെയും പോലീസിന് ആ തെളിവിലേക്ക് എത്താൻ, അങ്ങനെ ഒരു നിഗമനത്തിലേക്ക് എത്താൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഈ അന്വേഷണത്തെ വഴിമുട്ടിക്കുന്നത്. പിന്നുള്ള സാധ്യതകൾ പാറശാല വരെ തസ്മിദ് വന്നു എന്നതിന് സാക്ഷിമൊഴികളുണ്ട്. ബബിതയ്ക്കൊപ്പം സഞ്ചരിച്ചവരും ബബിത നെയ്യാറ്റിൻകര വരെ ട്രെയിൻ ഉണ്ടായിരുന്നു. പാറശാലയിൽ ബബിതയ്ക്കൊപ്പം വന്നവർ പാറശാലയാണ് ഇറങ്ങിയത്. പാറശാല ഇറങ്ങുമ്പോഴും തസ്മിദ് ആ ട്രെയിനിലുണ്ടായിരുന്നു എന്ന് അവർ ബബിതയോട് പറഞ്ഞതായാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെയെങ്കിൽ പാറശാല വരെ തസ്മിദ് ഉണ്ടായിരുന്നു എന്ന് ഉറപ്പിക്കാം. പിന്നീട് കുഴുത്തുറ, ഇരണിയൽ, നാഗർകോവിൽ, കന്യാകുമാരിക്ക് മുമ്പുള്ള 3 സ്റ്റോപ്പുകൾ ഇതാണ്. ഇതിൽ എവിടെയെങ്കിലും തസ്മിദ് ഇറങ്ങിയിട്ടുണ്ടോ എന്ന കാര്യമാണ് ഇനി അന്വേഷിക്കേണ്ടത്. അത് പൂർണ്ണമായും ഇവിടെ ഇറങ്ങിയിട്ടില്ല എന്ന ഒരു സ്ഥിരീകരണം വന്നാൽ മാത്രമേ അതിലേക്ക് കടക്കുകയുള്ളൂ. മറ്റൊരു കാര്യം കൂടി പറഞ്ഞു പോകാം ഇതുമായി ബന്ധപ്പെട്ട്. അതായത് ഒരു മിസ്സിംഗ് കേസ് എന്തിനെ ഇത്രയധികം അന്വേഷിക്കുന്നു എന്ന തരത്തിലുള്ള ചർച്ചകളാണ് പൊതുവിൽ ഇവിടുത്തെ മാധ്യമങ്ങളും അതുപോലെ തന്നെ ഇവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരുമൊക്കെ. കേരള പോലീസിനൊപ്പം വളരെ ആത്മാർത്ഥമായി നിൽക്കുന്ന ഉദ്യോഗസ്ഥരുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഒരു ഗൗരവം
തമിഴ്നാട് പോലീസ് ഈ ഒരു മിസ്സിംഗ് കേസിന് നൽകുന്നുണ്ടോ എന്ന സംശയമാണ്. എല്ലാവർക്കും ഒരു അതിശയമാണ്. ഇത്രയധികം മാധ്യമങ്ങൾ, മലയാള വിഷ്വൽ മാധ്യമങ്ങൾ, ഏതാണ്ട് എല്ലാ മാധ്യമ സ്ഥാപനങ്ങളിൽ നിന്നും ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അത് ഇത്രയധികം പ്രാധാന്യമുള്ള കാര്യമാണ് ഒരു കുട്ടിയെ കാണാതായെന്ന ചോദ്യമാണ് പൊതുവിൽ നമുക്ക് ഇവിടെ നിന്ന് കേൾക്കേണ്ടി വരുന്നത്. അത് ഇവിടെ നാട്ടുകാരും ഒരുപക്ഷെ ചില ഉദ്യോഗസ്ഥരും ഒക്കെ ആ രീതിയിൽ സംസാരിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെയല്ല എന്നുള്ളത് നമുക്ക് പറഞ്ഞവരെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യവുമുണ്ട്. ഏതായാലും കേരള പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോഴും എല്ലാ സാധ്യതകളും നോക്കി തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്. അവരുടെ മേലധികാരികളിൽ നിന്നുള്ള നിർദ്ദേശം ലഭിക്കാതെ അവർ ഇവിടെ നിന്ന് മടങ്ങില്ല. CCTV പരിശോധന പൂർത്തിയായ ശേഷവും ഒരുപക്ഷെ കുറച്ച് സമയം കൂടി മറ്റേതെങ്കിലും സ്ഥലത്ത് CCTV ക്യാമറകളിൽ പെടാതെ, CCTV ക്യാമറ കണ്ണുകളിൽ പെടാതെ തസ്മിത്ത് എവിടെയെങ്കിലും ഇറങ്ങി മറഞ്ഞിരിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ പുറത്തേക്ക് കടക്കാൻ മറ്റു വഴികളുണ്ടെന്ന് സാധ്യതയൊക്കെ പോലീസ് പരിശോധിക്കും. നമുക്കറിയാം 13 വയസ്സ് മാത്രമുള്ള കുട്ടിയാണ്. അവൾ അധികം യാത്ര ചെയ്തില്ലാത്ത കുട്ടിയാണ്. ഏതാണ്ട് 3 ആഴ്ച മുമ്പ് മാത്രം തിരുവനന്തപുരത്തേക്ക് ആസാമിൽ നിന്ന് വന്ന കുട്ടിയാണ്. അവൾക്ക് ഭാഷ ഒരുപക്ഷെ ഹിന്ദി, ആസാമീസ് ഒക്കെ മാത്രം, അല്ലെങ്കിൽ ഹിന്ദി പോലും ആ രീതിയിൽ അറിയാമോ എന്ന കാര്യത്തിൽ പൂർണ്ണ വ്യക്തതയില്ല. അവൾക്ക് മറ്റു പരിചയമുള്ള സ്ഥലമല്ലത്. അവൾക്ക് പൂർണ്ണമായും അന്യമായ ഒരു ദേശമാണ്. ഇവിടെയുമായി പരിചയപ്പെട്ട് വരുന്നത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ തിരുവനന്തപുരത്ത്. ആ പെൺകുട്ടി കന്യാകുമാരിയൊക്കെ ഒരുപക്ഷെ അവൾ വാർത്തയിലെയോ അല്ലെങ്കിൽ ഏതെങ്കിലും സാമൂഹ്യ മാധ്യമങ്ങളിലും ഒക്കെ കണ്ട് പരിചയമുള്ള സ്ഥലം മാത്രമായിരിക്കാം. കന്യാകുമാരി ബോധപൂർവം തെരഞ്ഞെടുത്താണോ പക്ഷേ, അല്ലെങ്കിൽ ഏതെങ്കിലും ട്രെയിൻ കണ്ട് അതിൽ കയറിയതാണോ എന്ന കാര്യമൊക്കെ അറിയേണ്ടതുണ്ട്. സഹോദരൻ ബംഗളൂരുവിലാണ് ഉള്ളത്. അയാളുടെ ഒരാഴ്ച മുമ്പ് മാത്രമാണ് പെൺകുട്ടി ഫോണിൽ ഒടുവിൽ സംസാരിച്ചത്. അതിനുശേഷം സഹോദരൻ വാഹിദുമായും സംസാരിച്ചിട്ടില്ല എന്ന് വാഹിദ് തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത്, എന്താണ് സംഭവിച്ചത്, അത് ഒരു വ്യക്തതയുമില്ലാത്ത അവസ്ഥയുണ്ട്. ഈ വീട്ടുകാർ പറഞ്ഞതുപോലെ, ഭവിത പറഞ്ഞതുപോലെ 40 രൂപ മാത്രമാണോ കയ്യിലുണ്ടായിരുന്നത്, അതിന് അപ്പുറത്തേക്ക് ഏതെങ്കിലും തുക കുട്ടിയുടെ കയ്യിലുണ്ടോ? ഇത്ര ദൂരം സഞ്ചരിക്കുന്നതാണ്. ഭക്ഷണം കഴിക്കാൻ ഇന്നലെ രാവിലെ മുതൽ പക്ഷേ ഭക്ഷണം കഴിച്ചിരുന്നില്ല. അങ്ങനെയെങ്കിൽ പിന്നീട് ഭക്ഷണം കഴിക്കാൻ തക്ക തുക കയ്യിലുണ്ടായിരുന്നു. ട്രെയിനിൽ വന്നാൽ തന്നെ ടിക്കറ്റ് പരിശോധനയൊക്കെ ഈ റൂട്ടിലൊക്കെ വളരെ സാധാരണമാണ്. അങ്ങനെ സ്വാഭാവികമായി ടിക്കറ്റില്ലെങ്കിൽ അത്തരം പരിശോധനകളുടെ ഭാഗമായി കണ്ടെത്താനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അതും ഇതുവരെയും ആ രീതിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല. നമുക്ക് പറയേണ്ട ഒരു കാര്യം, ഇപ്പോഴും ഇവിടെ പരിശോധന നടക്കുന്നതിന് അപ്പുറത്തേക്ക് മറ്റ് സ്റ്റേഷനുകളിലേക്ക് കുഴുത്തറയോ നാഗർകോവിലോ ഒക്കെയുള്ള CCTV ദൃശ്യങ്ങളോട് പരിശോധിക്കാൻ നിർദ്ദേശം ഇവിടെ നിന്ന് പോയിട്ടുണ്ടോ എന്ന കാര്യത്തിലും വ്യക്തതയില്ല. നമ്മൾ കാണുന്നത്ര ഗൗരവത്തോടുകൂടി ഇവിടുത്തെ പോലീസും RPFും ഒക്കെ ഈ ഒരു മിസ്സിംഗ് കേസിനെ, തസ്മിത്തിനെ കാണാതായി എന്ന വാർത്തയെ അല്ലെങ്കിൽ ആ ഒരു പരാതിയെ കാണുന്നുണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. വളരെ മെല്ലെപ്പോക്ക് പൊതുവിൽ ഇവിടെയുണ്ട്. അത് ഒരുപക്ഷെ കേരളത്തിൽ നിന്നെത്തിയ അന്വേഷണ സംഘത്തിനും അതൊരു തടസ്സമുണ്ടാക്കുന്നുണ്ടോ എന്ന് വേണം നമുക്ക് കരുതാൻ. ഈ 16 ക്യാമറകൾ പരിശോധിക്കുന്നത് തുടരുന്നു. 5 ഉദ്യോഗസ്ഥർ കേരളത്തിൽ നിന്ന് വന്നിട്ടുണ്ട്. 2 പോലീസുകാർ ഇവിടെ നിന്ന് കന്യാകുമാരിയിൽ ASI അടക്കമുള്ള പോലീസുകാർ അവർക്കൊപ്പമുണ്ട്. പക്ഷെ അപ്പോഴും വളരെ മെല്ലെപ്പോക്കാണ്. 26-27 മണിക്കൂറുകളാകുന്നു 13 വയസ്സുള്ള പെൺകുട്ടിയെ കാണാതായിട്ട്. ആദ്യ മണിക്കൂറുകളിൽ വേണ്ടത്ര ഊർജിതമായ ഒരു അന്വേഷണം, ഈ ഒരുപക്ഷെ ഭവിത ഇത് പെൺകുട്ടിയെ ട്രെയിനിൽ കണ്ടു, തസ്മിത്തിനെ കണ്ടു എന്ന ഭവിത പറഞ്ഞു. ഭവിത ഒരു ഫോട്ടോ എടുത്തില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഈ കന്യാകുമാരിയിലേക്കും ഈ ട്രെയിൻ ഈ ഭാഗത്തേക്കും പോലും അന്വേഷണം ഉണ്ടാകാനുള്ള സാധ്യത ഇല്ലായിരുന്നു. പാലക്കാട് പെൺകുട്ടി പോയ തരത്തിലുള്ള അഭ്യൂഹങ്ങൾ ആദ്യം ഉണ്ടായതാണ്. അതുകൊണ്ട് തന്നെ അത്തരം അനിശ്ചിതത്വങ്ങൾ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഏതായാലും ഐലൻഡ് എക്സ്പ്രസിൽ തസ്മിത്ത് കയറിയിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അതിനുള്ള തെളിവുകളുണ്ട്. അതിനപ്പുറത്തേക്ക് ആ തസ്മിത്ത് എവിടെ ഇറങ്ങി, എങ്ങോട്ട് പോയി എന്ന കാര്യത്തിലൊന്നും ഒരു വ്യക്തതയും ഒരു കൃത്യമായ ധാരണയും ഇതുവരെയും അന്വേഷണ സംഘത്തിനുണ്ടായിട്ടില്ല. അശ്വതി. ശരി, അരുണാണ് തത്സമയം കന്യാകുമാരിയിൽ നിന്നും ചേർന്നത്. കന്യാകുമാരിയിൽ കുട്ടി എത്തിയതിന് ഇതുവരെയും തെളിവുകളൊന്നുമില്ല. അവിടെ ഒരു മെല്ലപ്പോക്കുണ്ട് എന്നുള്ളത് ഗൗരവമുള്ള വിഷയമാണ്. അത് അരുൺ സൂചിപ്പിച്ചതുപോലെ നമ്മൾ എത്രത്തോളം വലിയ പ്രാധാന്യത്തോടെ കാണുന്നു. ഒരു 13 വയസ്സുള്ള പെൺകുട്ടിയാണ് കാണാതായിരിക്കുന്നത് പ്രാധാന്യത്തോട് പോകുമ്പോൾ സാധാരണ ഒരു മിസ്സിംഗ് കേസ് എന്നതിലുപരി അവിടെ ഒന്നും നടക്കുന്നില്ല എന്നുള്ളൊരു ചോദ്യം അത് ഗൗരവമുള്ളതാണ്. വിനോദിലേക്ക് ഒരിക്കൽ കൂടി പോകുന്നു. വിനോദ, ഈ തിരികെ അങ്ങോട്ടേക്ക് തിരുവനന്തപുരത്തേക്കുള്ള ട്രെയിനിൽ പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മൾ തസ്മിതിനെ. എപ്പോഴേക്ക് ട്രെയിൻ അവിടേക്ക് എത്തും? എന്താണ് വിശദാംശങ്ങൾ? ശരി, വിനോദിലേക്ക് വരാം. ആ ട്രെയിൻ അവിടെ എത്തുമ്പോഴേക്കും അതിലും തെരച്ചിൽ നടത്തുന്നതിനായി അല്ലെങ്കിൽ അവിടെ തയ്യാറായി നിൽക്കുകയാണ്, അന്വേഷണം നടക്കുകയാണ്. 1 മണിയോടെ, ഇപ്പോൾ ലേറ്റ് ആണ് ട്രെയിൻ, 12:40 എത്തേണ്ട ട്രെയിനാണ്. പക്ഷേ അത് ട്രെയിൻ ലേറ്റ് ആണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എല്ലാ